രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ ലക്ഷ്മണ, ജാനാസി ഹി യഥാ സൗമ്യ ന മാതൃഷു മമാന്തരം. നിനക്കറിയാമല്ലോ അല്ലയോ കുഞ്ഞെ സൗമ്യ, അല്ലയോ കുഞ്ഞെ നിനക്കറിയാമല്ലോ. 2 ദിവസത്തെ പ്രായക്കുറവില്ല ലക്ഷ്മണന്. പക്ഷെ രാമനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മണൻ കുഞ്ഞു തന്നെയാണ്. പിതാവ് എങ്ങനെയാണോ പുത്രനിൽ വാത്സല്യം ചൊരിയുന്നത്, അതേ പ്രകാരത്തിലാണ് രാമൻ തന്റെ അനുജനില് വാത്സല്യം ചൊരിയുന്നത്. ഭരതനിലും അങ്ങനെ തന്നെ, ശത്രുഘ്നിലും അങ്ങനെ തന്നെ. അല്ലയോ കുഞ്ഞെ നിനക്കറിയാമല്ലോ, എനിക്ക് നമ്മുടെ മാതൃഷു അമ്മമാരിൽ നോക്കണം, ബഹുവചനാണ് അവിടെ. ഒരമ്മയെ കുറിച്ചോ 2 അമ്മയെ കുറിച്ചോ അല്ല പറയണേ. മാതൃഷു എന്ന ബഹുവചനം. അമ്മമാരിൽ മാതൃഷു എന്ന് പറയണമെങ്കിൽ 3 അമ്മമാര് മിനിമം വേണം. അതിന് മുകളിൽ എത്ര വേണമെങ്കിലും ആകാം. അങ്ങനെ നമ്മുടെ അമ്മമാരിൽ കൗസല്യ, കൈകേയി, സുമിത്ര, ഈ അമ്മമാരില് അല്ലയോ കുഞ്ഞെ എനിക്ക് യാതൊരു ഭേദചിന്തയും ഇല്ലായിരുന്നു എന്ന് നിനക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണല്ലോ. ഒരേപോലെ ഈ 3 അമ്മമാരെയും ഞാൻ എൻ്റെ സ്വന്തം അമ്മയായി കണ്ടു. ആ പ്രകാരത്തില് അവരെ സ്നേഹിച്ചു. ആ പ്രകാരത്തില് അവരോട് എല്ലാ കാര്യങ്ങളിലും ഞാൻ വളരെയേറെ ആദരവോടുകൂടി പെരുമാറി അവരെ സേവിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് അവരോടുള്ള ഈ സ്നേഹം മാത്രമല്ല, പിന്നെയോ ഭൂതപൂർവം വിശേഷോവ തസ്യാമയി സുതേപിവ, അവർക്കും വിശേഷിച്ചും തസ്യ ആ കൈകേയിക്കും മയി എന്നിൽ. ആ കൈകേയിക്ക് വേറൊരു മകനുണ്ടല്ലോ, ആരാ? ഭരതൻ. ആ ഭരതനിലുള്ള അതേ സ്നേഹം തന്നെ എന്നിലും. സുമിത്രയ്ക്കും ആ അമ്മയുടെ 2 മക്കളുണ്ടല്ലോ, ലക്ഷ്മണ നീയും അതേപോലെ ശത്രുഘ്നനും, അവരോടുള്ള അതേ സ്നേഹം എന്നിലും. നിന്നോട് എത്ര സ്നേഹം സുമിത്രയ്ക്കുണ്ടോ അതേ സ്നേഹം ആ അമ്മ എന്നിൽ ചൊരിയുന്നു. ഭരതനോട് എത്ര സ്നേഹം കൈകേയിക്കുണ്ടോ അതേ സ്നേഹം കൈകേയി എന്നിൽ ചൊരിയുന്നു. അങ്ങനെ എനിക്ക് അമ്മമാരോട് യാതൊരു വ്യത്യാസവും ഇല്ല. എല്ലാവരും എന്റെ പെറ്റമ്മ തന്നെയാണ്. പിന്നെയോ സ്നേഹം കൊണ്ട് 3 പേരും പെറ്റമ്മയാണ്. സ്നേഹം കൊണ്ട് ഭൗതികമായ അർത്ഥത്തില് ഒരമ്മയാണ് പെറ്റമ്മ, കൗസല്യ. എന്നാൽ മറ്റു 2 പേരും സ്നേഹം കൊണ്ട് പെറ്റമ്മ തന്നെയായി തീർന്നിരിക്കുന്നു. അങ്ങനെ 3 പേരും എനിക്ക് എന്റെ പെറ്റമ്മയാണ്. അതേപോലെ അവർക്കും സ്വന്തം മകനാണ്. അതുകൊണ്ട് സ്വന്തം മക്കളോട് എത്ര വാത്സല്യമുണ്ടോ അതേ പ്രകാരത്തിൽ ഒരു വ്യത്യാസവും കൂടാതെ അവരെന്നെ സ്നേഹിച്ചു പോരുന്നു. ഭരതനോടുള്ള സ്നേഹം അതേ പ്രകാരത്തിൽ എന്നോട് കൈകേയിക്കുണ്ട്. അങ്ങനെ ഇരിക്കവേ കൈകേയി എനിക്ക് വിപരീതമായിട്ട് എന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കും എന്ന് നിനക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ലയോ ലക്ഷ്മണ, അങ്ങനെ നിനക്ക് സങ്കല്പിക്കാൻ പാടില്ല. സങ്കല്പിച്ചു കഴിഞ്ഞാല് ഇതുവരെയുള്ള നീ പരിചയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നീ മറക്കുന്നു. നീ അതിനെ ഭംഗിയായിട്ട് വിശകലനം ചെയ്ത് നോക്കുന്നില്ല എന്നർത്ഥം. എന്താ? നീ എനിക്ക് സിംഹാസനം നഷ്ടപ്പെടുന്നു എന്നുള്ള വിചാരത്തില് നീ ആ വികാരത്തിൽപ്പെട്ട് നീ വളരെയേറെ ക്രോധിച്ചു പോയിരിക്കുന്നു. ആ ക്രോധം നിന്റെ മനസ്സിനെ പിടികൂടി. അതില് നീ ഇതൊക്കെ മറന്നു. കൈകേയിക്ക് എന്നോടുള്ളതായ സ്നേഹം അതിനെ നീ മറന്നുപോയി. എനിക്ക് കൈകേയിയോടുള്ള സ്നേഹവും നീ മറന്നുപോയി. അതാണ് നിനക്ക് പറ്റിപ്പോയ കുറവ്. ഇത്രയേ ഉള്ളൂ. എന്നോടുള്ള സ്നേഹ ആധിക്യം മൂലം നീ പലതും തൽക്കാലം മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ ഇത്രയേറെ വാത്സല്യം ഉള്ള അമ്മ എന്നെ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഉഗ്രങ്ങളായ വാക്കുകൾ പറയുമായിരുന്നു.
സ്വ അഭിഷേക നിവൃത്യർത്ഥം പ്രവാസാർത്ഥൈശ്ച ദുർവചൈഹി ഉഗ്രൈർവാക്യൈരഹം തസ്യ നാന്യത് ദൈവത്സമർത്ഥയേ. ആ കൈകേയി എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുന്നതായി ഈ അഭിഷേകത്തിൽ നിന്നിട്ട് അച്ഛനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും എനിക്ക് ലഭിക്കേണ്ടതായ കിരീടത്തെ എന്നിൽ നിന്ന് തട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ടും എന്നെ കാനനത്തിലേക്ക് ബഹുദൂരങ്ങളിലേക്ക് 14 വർഷത്തേക്ക് പറഞ്ഞയക്കുന്നതിന് വേണ്ടിയിട്ടും ഉഗ്രങ്ങളായിരിക്കുന്ന ദുർവാക്കുകളാൽ ഈ പ്രകാരത്തിൽ സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോ സംസാരിച്ചിരിക്കുന്നു. അപ്പൊ പിന്നെ അതെന്തുകൊണ്ടായിരിക്കും? കൈകേയിയുടെ നാളിതുവരെയുള്ള സ്വഭാവത്തില് അത് സാധ്യമേ അല്ല. പിന്നെ എന്താ കാരണം? കാരണം അന്യ ദൈവാത് സമർത്ഥയെ, ഈശ്വര നിശ്ചയമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല എന്ന് ഞാനിതാ സമർത്ഥിക്കുന്നു. ലക്ഷ്മണനോട് രാമൻ ഉറപ്പായി പറയുന്നു. അല്ലെങ്കിൽ അങ്ങേയറ്റം സൽസ്വഭാവിയായിരിക്കുന്ന എന്റെ അമ്മ കൈകേയി കഥം പ്രകൃതി സമ്പന്ന രാജപുത്രി തഥാഗുണ, അങ്ങേയറ്റം തെളിഞ്ഞ മനസ്സോടുകൂടിയ എന്റെ അമ്മ, രാജകുമാരിയായ എന്റെ അമ്മ കൈകേയി, പിന്നെയോ എല്ലാ ശ്രേയസ്കരമായിരിക്കുന്ന സകല ഗുണങ്ങളും തികഞ്ഞ എന്റെ അമ്മ കൈകേയി ഇങ്ങനെ ഈ പ്രകാരത്തിൽ ബ്രൂയാത്സ പ്രാകൃതേവ സ്ത്രീ മത്പീഡ്യം ഭർത്തൃസന്നിധൗ, ഒരു സംസ്കാരമില്ലാത്ത ഒരു വനിതയെ പോലെ, പഠിപ്പില്ലാത്ത ഒരു വനിതയെ പോലെ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛന്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഒരിക്കലുമില്ല. അത് ഈശ്വരൻ തന്നെ കൈകേയിയെ കൊണ്ട് പറയിച്ചതാണ്. കൈകേയി തന്നിഷ്ടമനുസരിച്ച് പറഞ്ഞതല്ല. അതിനാലല്ലയോ ലക്ഷ്മണ, നീ കൈകേയിയെ തെറ്റിദ്ധരിക്കരുത്, കൈകേയിയോട് കോപിക്കരുത് എന്ന് ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ ലക്ഷ്മണൻ ഒരു വാക്യം പറഞ്ഞല്ലോ. എന്താ? അല്ലയോ രാമ, ദൈവം തന്നെ നിന്റെ ഈ അഭിഷേകം മുടക്കാൻ വന്നു കഴിഞ്ഞാല് അദ്യമേ പൗരുഷഹതം ദൈവം രക്ഷന്തി വൈജനാഹ. ലക്ഷ്മണൻ പറഞ്ഞു, എന്റെ പൗരുഷം കൊണ്ട് ദൈവം കൊല്ലപ്പെടുന്നത് നാട്ടുകാരെല്ലാവരും കാണും. ലക്ഷ്മണൻ പറഞ്ഞ വാക്യാണ്, കോപത്തോടു കൂടിയിട്ട്. അതിനുള്ള മറുപടി ഇതാ തൊട്ടടുത്ത് രാമൻ പറയാണ്. അല്ലയോ കുഞ്ഞേ, കശ്ച ദൈവേന സൗമിത്രേ യോദ്ധം ഉത്സാഹതേ പുമാൻ. എത്ര വീരനായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യന് ദൈവത്തോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? യുദ്ധം ചെയ്യാൻ കഴിവുള്ളതായ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? സാധിക്കുമോ? യുദ്ധം ചെയ്യണമെങ്കിൽ ദൈവത്തെ കൺമുന്നിൽ കാണണ്ടേ? ദൈവത്തെ കൺമുന്നിൽ മറ്റു മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കാണുന്ന പോലെ കാണുന്നില്ലല്ലോ. ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുക മാത്രമാണ് ചെയ്യണത്, അന്തരിന്ദ്രിയങ്ങൾ കൊണ്ട്. പിന്നെ ലൗകിക രീതിയിലും കുറെയൊക്കെ നമുക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാ? നമുക്ക് സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അതിന്റെ കാരണം ദൈവമാണ്. സുഖത്തെ നമ്മിൽ കൊണ്ടെത്തിക്കുന്നതും ദുഃഖത്തെ നമ്മിൽ കൊണ്ടെത്തിക്കുന്നതും ദൈവമാണ്. കാരണം ആരാണ് സുഖത്തെ നമ്മിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നില്ല, ആരാണ് ദുഃഖത്തെ നമ്മിൽ കൊണ്ടെത്തിക്കുന്നതെന്ന് നമ്മൾ കാണുന്നില്ല. അതേ ലാഭനഷ്ടങ്ങളും മറ്റ് ഈ ലൗകികമായിട്ടുള്ള പല പ്രകാരത്തിലുള്ളതായ മാനസികമായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ നമ്മിലേക്ക് വന്നു ചേരാൻ, പ്രത്യേകിച്ച് ഈ ഭൂമിയിൽ ഒരാളിനെ ചൂണ്ടിക്കാണിക്കാനും ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിക്കാനും ഇല്ലാതെ വരുമ്പോഴും ഇത്തരം സന്തോഷവും ദുഃഖവും ഒക്കെ വന്നു കയറുന്നല്ലോ. ഇതൊക്കെ ആരുടെ നിശ്ചയം അനുസരിച്ചിട്ടാ വന്നു കയറുന്നത്? അപ്പോ ഒരു കർത്താവില്ലാതെ അത് വന്ന് കയറൂല. അപ്പോ അത് ദൈവമാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ലൗകിക രീതിയിൽ അറിയുന്നത്. എല്ലാ മനുഷ്യരുടെ അവസ്ഥ ഇതാ, ദൈവത്തെ നേരിട്ട് കാണുന്നില്ല. ദൈവത്തെ ഈ അനുഭവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള ദൈവത്തോട് വാളുമെടുത്ത് യുദ്ധത്തിന് പുറപ്പെടാൻ ആർക്ക് പറ്റും? ലക്ഷ്മണ, നിനക്ക് പറ്റൂല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ ധ്വന്യാത്മകമായിട്ട് നിർത്തുകയാണ്. നിനക്ക് പറ്റൂല എന്ന് വാച്യമായി പറഞ്ഞില്ല, പക്ഷെ ഇത്രയും പറഞ്ഞാൽ മതി. അപ്പോഴേക്കും
മനസ്സിലാവും. ഈ ഭൂമിയിൽ ആർക്കും ദൈവത്തോട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ നേരത്തെ കയർത്ത് പറഞ്ഞതിന് ഉത്തരമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, ഏതയാ തത്വയാ ബുദ്ധിയ സംസ്തഭ്യ ആത്മാനമാത്മന, ഈ ഞാനിപ്പോ നിനക്ക് വിശദീകരിച്ചു തന്നതായിരിക്കുന്ന ഈ തത്വജ്ഞാനം നിറഞ്ഞതായ, യാഥാർത്ഥ്യം നിറഞ്ഞതായ, സാത്വികമായ, ജ്ഞാനസമ്പന്നമായിരിക്കുന്ന ഈ ബുദ്ധിയാൽ നീ നിന്റെ മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കണം. വികാരഭാവങ്ങളെല്ലാം സമ്പൂർണമായിട്ടും മനസ്സിൽ നിന്നിട്ട് ബഹിഷ്കരിക്കണം. എന്നിട്ട് മനസ്സിനെ നിന്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കണം. നിന്റെ ഉള്ളിൽ തന്നെ ഉറപ്പിക്കുക. അപ്പോഴേക്കും ഉള്ളിനെ വേദനിപ്പിക്കുന്ന ഈ ക്രോധ, മോഹ, ലോഭാദി വികാരങ്ങളെല്ലാം സമ്പൂർണമായും നിരസ്തമായിട്ട് മനസ്സ് ശുദ്ധമായി തീരും. അപ്പോഴാണ് ഈ അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടിയിട്ട് കാനനത്തിലേക്ക് ഒരു പുത്രൻ പുറപ്പെടേണ്ട സാഹചര്യം വന്നാൽ പുറപ്പെടണം എന്ന് ഞാൻ പറയുന്നതിന്റെ സാങ്കത്യം നിനക്ക് പൂർണ്ണമായിട്ടും വെളിവായി തീരുക. മനസ്സിനെ ശാന്തമാക്കൂ. അപ്പോൾ ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ഈ യാഥാർത്ഥ്യം തെളിഞ്ഞു കിട്ടും. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ അണോരണീയാനായിട്ട്, അണുവിനേക്കാൾ അണുവായിട്ട് കുടികൊള്ളുന്ന ആ പരമാത്മ തത്വം വരെ നമ്മുടെ ഹൃദയത്തില് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കിട്ടും. അതുവരെ പോകുന്നു വാൽമീകിയുടെ ആ ശ്ലോകത്തിന്റെ അർത്ഥം. അതുകൊണ്ട് മാതലക്ഷ്മണ സന്താപം കാർഷി ലക്ഷ്മിയാ വിപര്യയെ, ഐശ്വര്യം ഇങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് അല്ലയോ ലക്ഷ്മണ, നീ ദുഃഖിക്കരുത്, നീ വേദനിക്കരുത്. ആ വേദനയെ നിന്റെ ഹൃദയത്തിൽ നിന്ന് കളഞ്ഞേക്കുക. കൈകേയി മാതാവിന്റെ ഹൃദയം വേദനാ വിമുക്തമാകണം. ദശരഥന്റെ ഹൃദയവും ദുഃഖത്തിൽ നിന്ന് വിമുക്തമാകണം. അല്ലയോ ലക്ഷ്മണ, അതേപോലെ നിന്റെ ഹൃദയവും ദുഃഖത്തിൽ നിന്ന് വിമുക്തമാകണം. നീ ഈ സത്യം മനസ്സിലാക്കി ഇത് ഉൾക്കൊള്ളുമ്പോഴേക്കും നിന്റെ മനസ്സും ദുഃഖത്തിൽ നിന്ന് വിമുക്തമായി തീരും. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു.